ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇൻട്രസ്റ്റ് ട്രാവൽ ബൈ സജിൽ വ്ളോഗ്സ്. ഇൻട്രസ്റ്റ് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ LSS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിലേക്കുള്ള ഒരു ഫൈനൽ ടച്ച് റിവിഷൻ എന്ന രീതിയിലേക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരു മോഡൽ പരീക്ഷ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ 2024 ഫെബ്രുവരി മാസം സംഘടിപ്പിച്ച LSS പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നാം ഇന്ന് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഒരു LSS പരീക്ഷ എങ്ങനെയായിരിക്കും എന്നതിനെ കുട്ടികൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ ഈ വീഡിയോ സഹായകമായിരിക്കും. സാധാരണ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഏത് രീതിയിലായിരിക്കും, ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നെല്ലാം കുട്ടികൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്തുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ആദ്യം തന്നെ കുട്ടികൾക്ക് കാണാൻ സാധിക്കുക രജിസ്റ്റർ നമ്പർ എഴുതുവാനുള്ള ഒരു സ്പേസ് ആയിരിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ നോക്കി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എത്രയാണ്, എങ്ങനെയാണ് എന്നത് അക്കത്തിലും അക്ഷരത്തിലും എഴുതുവാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. പിന്നീട് കുട്ടികൾക്ക് കാണാൻ സാധിക്കുക പൊതു നിർദ്ദേശങ്ങളാണ്. പരീക്ഷയുമായി ബന്ധപ്പെട്ട പൊതു നിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ കുട്ടികൾക്ക് ആദ്യമേ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ 7ഓളം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ കൃത്യമായി വായിച്ചു മനസ്സിലാക്കുവാൻ ഓരോ കുട്ടിയും അതീവ ഗൗരവം നൽകണമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമയം ചെലവഴിച്ചു പോകുന്ന രീതി ഉണ്ടാകാനും പാടുള്ളതല്ല. ഓക്കെ, ഇന്ന് നാം ഇവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് LSSലെ 2 പേപ്പറായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവുക. ഈ 2 പേപ്പറിലെ പേപ്പർ 1ൽ നിങ്ങൾക്ക് 3 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരീക്ഷയാണ് എഴുതാനുണ്ടാവുക. 1.5 മണിക്കൂർ സമയമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഈ 3 വിഷയം എന്ന് പറയുന്നത് ഒന്ന് മലയാളം വിഷയത്തെക്കുറിച്ചാണ്, പാർട്ട് A എന്ന് പറയുന്നത്. പാർട്ട് B ഇംഗ്ലീഷ്. ഇന്നത്തെ വീഡിയോയിൽ നാം പ്രധാനമായിട്ടും പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടും പൊതുവിജ്ഞാനം അഥവാ GK ജനറൽ നോളജുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ വർഷത്തെ ചോദ്യങ്ങളെയാണ്. ഓക്കെ, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് പ്രധാനമായും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടത് 10 മാർക്കിൻ്റെ ചോദ്യമാണ് ഇംഗ്ലീഷിൽ നിന്നുണ്ടായിരിക്കുന്നത്. 10 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുമ്പോൾ 10 ചോദ്യങ്ങൾ എന്നായിരിക്കണം എന്നില്ല, 10 മാർക്കാണ് ഇവിടെ പ്രധാനമായിട്ടും നാം ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ഇവിടെ 13ാമത്തെ ചോദ്യമായിട്ടാണ് ഇംഗ്ലീഷിൻ്റെ ചോദ്യം ആരംഭിക്കുന്നത്. 13ാമത്തെ ചോദ്യം എന്ന് പറയപ്പെടുമ്പോൾ അതിൽ സബ് ചോദ്യങ്ങളായിട്ട്, സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ABC എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആദ്യത്തെ ചോദ്യമായി നൽകിയിട്ടുള്ളത് 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ചോദ്യം നോക്കാം. 13ൽ A ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ആദ്യ ചോദ്യം, അതിലെ സബ് ക്വസ്റ്റ്യനായി A നൽകിയിട്ടുള്ളത് റൈറ്റ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് യുവർ ഫേവറേറ്റ് ഫ്രണ്ട്. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള സുഹൃത്തിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു കുറിപ്പ് തയ്യാറാക്കുവാനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സ്പേസ് കാണാം. ആ സ്പേസിലാണ് കുട്ടികൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു ആൻസർ എഴുതേണ്ടത്. ആൻസർ ഷീറ്റ് നമുക്ക് പ്രത്യേകം നൽകുന്നില്ല, അത് എഴുതാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് റഫായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് സ്വയം കണ്ടെത്തി എഴുതാവുന്നതാണ്. ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങളുടെ ഫേവറേറ്റ് ഫ്രണ്ടിനെ കുറിച്ച് കുട്ടികളൊന്ന് എഴുതി നോക്കുക. ഓക്കെ, ഇവിടെ B ക്വസ്റ്റ്യൻ നോക്കുക. ഇംഗ്ലീഷിലെ ആദ്യ ചോദ്യത്തിലെ B ക്വസ്റ്റ്യനായിട്ട് നൽകിയിട്ടുള്ളത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ്. ഓക്കെ, അനുയോജ്യമായ പദം ഉപയോഗിച്ച് ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിൽ സാധാരണ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി ചോദിക്കുന്ന ചില രീതികളുണ്ടാകും ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട്. അതിൽ ഒന്നാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളും ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. രണ്ടും കുട്ടി
അതിന് പ്രാപ്തമായിരിക്കണം. ഒന്നാമത്തെ ചോദ്യം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്, നമ്മളോട് വിശദീകരിച്ച് എഴുതാനുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം നമ്മളോട് കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ദേ ഓൾ ഹെൽഡ് ഡാഷ് പ്ലാൻസ്. ഇതിൻ്റെ ശരിയായ ഉത്തരം എന്താണ് എന്നുള്ളത് കുട്ടികൾ ആലോചിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് അതൊന്ന് റഫായിട്ട് എഴുതി വെക്കാവുന്നതാണ്. ശരിയായ ഉത്തരം നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇംഗ്ലീഷിലെ ആദ്യ ചോദ്യവുമായി ബന്ധപ്പെട്ട സി ക്വസ്റ്റ്യൻ നോക്കുക. മേക്ക് എ മീനിങ് ഫുൾ സെൻറ്റൻസ് ബൈ യൂസിങ് ദ വേർഡ്സ്. ഇംഗ്ലീഷിൽ സ്ഥിരമായി ചോദിക്കുന്ന മറ്റൊരു ഏരിയയാണ് ഷഫിൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. വേർഡുകൾ തരംതിരിച്ചു നൽകിക്കൊണ്ട് വ്യത്യസ്തമാകുന്ന രീതിയിലേക്ക് നൽകിക്കൊണ്ട് ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നൽകിയിട്ടുള്ളത് മൈൻഡ്, ആംഗ്രി, ഡിഡ് നോട്ട്, ഫേസ്, ഹീ, അന്നാസ് ഇത്തരം വാക്കുകൾ നൽകിയിട്ടുണ്ട്, വേർഡ്സ് നൽകിയിട്ടുണ്ട്. ഈ വേർഡ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ് നമ്മൾ എന്ത് ചെയ്യുക, മേക്ക് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഓക്കെ, കുട്ടികളൊന്ന് എഴുതുവാൻ ശ്രദ്ധിക്കുക. ഇനി ഇംഗ്ലീഷിലെ രണ്ടാമത്തെ ചോദ്യത്തിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ 14ാമത്തെ ചോദ്യമായിട്ടാണ് രണ്ടാമത്തെ ചോദ്യം വരുന്നത്. അതിലെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള എ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റൈറ്റ് ആൻ അനൗൺസ്മെന്റ് മാറ്റർ ബൈ യൂസിങ് ദ ഫോളോയിങ് ഹിൻസ്. നൽകിയിട്ടുള്ള സൂചനകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു അനൗൺസ്മെന്റ് മാറ്റർ എഴുതിയെടുക്കുക എന്നതാണ്. ഓക്കെ, ഇവിടെ ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. സൂചനകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1, പഠനോത്സവം 2024. രണ്ടാമത്തെ സൂചന വെന്യൂ GMLPS വലവണ്ണൂർ 2024 ഫെബ്രുവരി 29 10 AM to 4 PM. ഇങ്ങനെ 4 സൂചനകൾ നൽകിയിട്ടുണ്ട്. ഈ സൂചനകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു അനൗൺസ്മെന്റ് മാറ്റർ തയ്യാറാക്കുവാനാണ് ചോദ്യം പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള സ്പേസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. കുട്ടികൾ ഒന്ന് എഴുതി നോക്കുവാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. ഇനി അടുത്തത് നോക്കാം. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ്. റൈമിംഗ് വേർഡ്സുമായി ബന്ധപ്പെട്ട് ഒരു പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് എഴുതുക. ഇംഗ്ലീഷിലെ മറ്റൊരു ഭാഗമാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സി ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദി ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ ചില വേർഡ്സ് നൽകിയിട്ടുണ്ട്. അതിലെ സ്യൂട്ടബിൾ ആകുന്ന വേർഡ്സ് ഉപയോഗപ്പെടുത്തി നൽകിയിരിക്കുന്ന സെൻറ്റൻസ് പൂർത്തീകരിക്കുക. സെൻറ്റൻസ് ഇങ്ങനെയാണ്: സം ഡാഷ് ആർ ഡാൻസിങ്. ഇവിടെ ബ്രാക്കറ്റിൽ നൽകിയിട്ടുള്ള വേർഡ്സുകൾ എന്ന് പറയുന്നത് വുമൻ, വുമൻ, ഗേൾ, നൺ ഓഫ് ദീസ്. ഇതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് ഉപയോഗപ്പെടുത്തി ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുമോ എന്ന് കുട്ടികൾ ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ഡി ക്വസ്റ്റ്യൻ ആയിട്ട് നൽകിയിട്ടുള്ളത് there are many flowers and plants, there are birds and butterflies, children like to play here, who am I. ഒരാളെ കണ്ടെത്താനാണ്. അതിന് ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. there are many flowers and plants, there are birds and butterflies, children like to play here. ഈ 3 സെന്റൻസിൽ നിന്ന് എന്തിനെക്കുറിച്ചാണ് ചോദ്യം മുന്നോട്ട് വെക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കിയാണ് ഉത്തരം എഴുതേണ്ടത്. ഇങ്ങനെ 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇംഗ്ലീഷ് വിഷയത്തിൽ നിന്നും നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ ഇതൊരു മാതൃക ചോദ്യമായി നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇതിൻ്റെ ആൻസർ എഴുതിയെടുക്കുവാൻ പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധ കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് പരിചയപ്പെടാം. കുട്ടികൾ എഴുതിയ ഉത്തരങ്ങളും ഇവിടെ നൽകിയിട്ടുള്ള ഉത്തരങ്ങളുമായി നിങ്ങളൊന്ന് താരതമ്യം ചെയ്യുക. ഓക്കെ, ഇവിടെ ആദ്യത്തെ ചോദ്യം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ്. ഓരോ കുട്ടിയുടെയും കഴിവ് വ്യത്യസ്തമായതുകൊണ്ട് അതിൻ്റെ ഒരു മോഡൽ നമ്മൾ എഴുതുന്നതിൽ അർത്ഥമില്ല. കുട്ടികൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു നിങ്ങളുടെ ഫേവറേറ്റ് ഫ്രണ്ടിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് അത് എഴുതിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കുക. രണ്ടാമത്തെ ചോദ്യം പ്രധാനമായിട്ടും 13ാമത്തെ ചോദ്യത്തിലെ ബി ക്വസ്റ്റ്യൻ, ദേ ഓൾ ഹാഡ് ഡാഷ് പ്ലാൻസ്. ഇവിടെ നമുക്ക് ആൻസറായിട്ട് ഉപയോഗിക്കേണ്ടത് വെൽ ഗ്രോൺ, അതായത് പൂർണ്ണ വളർച്ചയെത്തിയ എന്നുള്ള ഒരു അർത്ഥമാണ് വെൽ ഗ്രോൺ എന്ന് പറയുമ്പോൾ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ഷഫിൾഡ് വേർഡ്സ് ആണ്. അതിനെ ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ് ആക്കി മാറ്റുക എന്നതാണ്. ഇവിടെ മൈൻഡ്, ആംഗ്രി, ഡിഡ് നോട്ട്, ഫേസ്, ഹീ, അന്നാസ് ഇങ്ങനെ ചില വാക്കുകൾ കൊടുത്തിരുന്നു. അതിനൊരു മീനിങ് ഫുൾ സെൻറ്റൻസ് ആക്കി മാറ്റുന്ന സമയത്ത് ഹി ഡിഡ് നോട്ട് മൈൻഡ് അന്നാസ് ആംഗ്രി ഫേസ്. അപ്പോൾ നമുക്കൊരു
മീനിങ് ഫുൾ സെൻറ്റൻസായി ആ വേർഡ്സിനെ മാറ്റാൻ സാധിക്കും. അതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 14ാമത്തെ ചോദ്യവും 2ാമത്തെ ചോദ്യത്തിലെയും 1ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങളോട് വിശദീകരിച്ച് എഴുതാനാണ് അനൗൺസ്മെൻറ്റ് മാറ്റർ. അത് കുട്ടികൾ സ്വയം ആ ഒരു ഹിൻസ് ഉപയോഗിച്ച് എഴുതിയെടുക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. 2ാമത്തെ ചോദ്യം റൈമിംഗ് വേർഡ്സുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇവിടെ നൽകിയിട്ടുള്ള ഒരു ഉദാഹരണമായി നൽകിയിട്ടുള്ളത് ബുക്ക് ലുക്ക്, എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ആണ്. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഇവിടെ നമ്മൾ ആൻസർ നൽകുന്നത് ബുക്ക് ലുക്ക്. ഇതുപോലെ ധാരാളം റൈമിംഗ് വേർഡ്സ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. സി ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കുന്നത് സം ഡാഷ് ആർ ഡാൻസി. ആൻസർ വരുന്നത് വുമൻ, വുമൺ എന്നല്ല വുമൻ. ദെൻ നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കുന്നത് ഇവിടെ ചില ഹിൻസ് നൽകിയിട്ടുണ്ട്. ദർ ആർ മെനി ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ്, ദർ ആർ ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്, ചിൽഡ്രൻസ് ലൈക്ക് ടു പ്ലേ, ഹു ആം ഐ? ദ ആൻസർ ഈസ് ഗാർഡൻ. ഇങ്ങനെ 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 2 പ്രധാന ചോദ്യങ്ങളിൽ നിന്നായി അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുള്ളത്. കൃത്യമായി കുട്ടികൾ എന്ത് ചെയ്യുക, ഒരു മോഡൽ ക്വസ്റ്റ്യനായി ഇതിനെ കണ്ടുകൊണ്ട് ഈ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് എക്സാമിന് ഉണ്ടാവുക. കൃത്യമായി പ്രിപ്പയർ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട് 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 15ാമത്തെ ചോദ്യം മുതൽ 24ാമത്തെ ചോദ്യം വരെ പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യങ്ങൾക്കും 1 മാർക്ക് വീതം എന്ന രീതിയിലാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ മാർക്ക് നൽകിയിട്ടുള്ളത്. ചോദ്യങ്ങൾക്കെല്ലാം ഒരുവിധം ഓപ്ഷൻസ് നമുക്കിവിടെ കാണാം. ശരിയായ ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതുക എന്നതാണ് നാം ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. 1ാമത്തെ ചോദ്യം നോക്കാം. റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ നാം നമ്മുടെ ചാനലിൽ നൽകിയിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ, പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ ചാനൽ പിന്തുടരുന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള 10 മാർക്കും നമുക്ക് പൂർണ്ണമായിട്ടും വാങ്ങുവാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത് എ ചെങ്കോട്ട, ബി രാജ്ഘട്ട്, സി രാഷ്ട്രപതി ഭവൻ, ഡി ഇന്ത്യ ഗേറ്റ്. ശരിയായ ഉത്തരം നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ റഫായിട്ട് എഴുതി വെക്കുവാൻ ശ്രദ്ധിക്കുക. നമുക്ക് അവസാനം നമ്മൾ എഴുതിയത് പ്രകാരം എത്ര മാർക്ക് നമുക്ക് ലഭിച്ചു എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ 2ാമത്തെ ചോദ്യം 16ാമത്തെ ചോദ്യമായി നൽകിയിട്ടുള്ളത് ഹമാസ് ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? 4 ഓപ്ഷൻസ് കാണാം. 1 ഓപ്പറേഷൻ വിജയ്, 2 ഓപ്പറേഷൻ അജയ്, ഓപ്പറേഷൻ സമ്പൂർണ്ണ, ഇവയൊന്നുമല്ല. കുട്ടികൾക്ക് ഇതിൻ്റെ ആൻസർ അറിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ റഫായിട്ട് എഴുതി വെക്കുവാൻ ശ്രദ്ധ കൊടുക്കുക. 17ാമത്തെ ചോദ്യം അഥവാ 3ാമത്തെ ചോദ്യമായി കണക്കാക്കുന്നത് ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ആരാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ. ഇവിടെ ചില ഓപ്ഷൻസ് കാണാം. 1 DY ചന്ദ്രചൂഡ്, AN ഷംസീർ, ദ്രൗപദി മുർമു, O ബിർള. ഇതിൽ ആരാണ് ഇപ്പോഴത്തെ നമ്മുടെ ലോക്സഭാ സ്പീക്കർ? അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ എവിടെയാണ് തുടങ്ങിയത്? ഓപ്ഷൻസ് കൊച്ചി, ചെന്നൈ, വിശാഖപട്ടണം, ആലപ്പുഴ. എവിടെയാണ് ആദ്യത്തെ വാട്ടർ മെട്രോ ആരംഭിച്ചത്? നെക്സ്റ്റ് അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിജിയുടെ ജന്മനാട് ഏതാണ്? ഓപ്ഷൻസ് മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, കേരളം. ഇതിലേതാണ് ശരിയായ ഉത്തരം? ഗാന്ധിജിയുടെ ജന്മനാട്. ലോക പയറുവർഗ ദിനം എന്നാണ്? ലോക പയറുവർഗ ദിനം ഫെബ്രുവരി 10, ഫെബ്രുവരി 8, ഫെബ്രുവരി 12, ഫെബ്രുവരി 25. ഇതിൽ ഏതാണ് ലോക പയറുവർഗ ദിനം? അടുത്ത ചോദ്യം നോക്കാം. 15 വയസ്സിന് മുകളിലുള്ളവരെ
സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയ്ക്കുള്ളവരാക്കി മാറ്റുന്നതിനു വേണ്ടി സംസ്ഥാന സാക്ഷരതാ മിഷന് കീഴിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻസ്: അക്ഷയ, ജ്വാല, ആർദ്രം, മുറ്റം. ഇതിലേതാണ് ശരിയായ ഉത്തരം? അടുത്ത ചോദ്യം നോക്കാം. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്? പുതിയ നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത്? 50 രൂപയുടെ, 25 രൂപയുടെ, 75 രൂപയുടെ, 100 രൂപയുടെ. ഇതിൽ എത്ര രൂപയുടെ നാണയമാണ് അന്ന് പുറത്തിറക്കിയത്? അടുത്ത ചോദ്യം നോക്കാം. 9ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം? കേരളം, തമിഴ്നാട്, കർണാടക, ഹരിയാന. ഇതിലേതാണ്? 24 അഥവാ ഇവിടെ അവസാനത്തെ ചോദ്യം. ഇന്ത്യ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് എത്ര തവണ നേടിയിട്ടുണ്ട്? ഇന്ത്യ ക്രിക്കറ്റ് വേൾഡ് കപ്പ് എത്ര തവണ നേടിയിട്ടുണ്ട്? 1 തവണ, 3 തവണ, 4 തവണ, 2 തവണ. ഇതിലേതാണ് ശരിയായ ഉത്തരം? ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എഴുതിയ ഉത്തരങ്ങളുടെ ശരിയായ ഉത്തരം ഏതാണ് എന്നത് നാം ഇവിടെ സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നു. അത് പ്രകാരം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി പൊതുവിജ്ഞാനത്തിൽ, ജനറൽ നോളജിൽ എന്നുള്ളത് നിങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കണം. ഇവിടെ നൽകിയ ശരിയായ ഉത്തരങ്ങൾ പ്രകാരം വിദ്യാർത്ഥികൾക്ക് എത്ര ശരി ഉത്തരങ്ങൾ ലഭിച്ചു എന്ന് നോക്കി നിങ്ങൾ ഓരോ ചോദ്യങ്ങൾക്കും ഓരോ ഉത്തരങ്ങൾക്കും ഓരോ മാർക്ക് വീതം എന്ന രീതിയിൽ 10 ചോദ്യങ്ങൾക്ക് എത്ര ഉത്തരങ്ങൾ ശരിയായി, എത്ര മാർക്ക് ലഭിച്ചു എന്നത് വിദ്യാർത്ഥികൾ കമന്റ് രൂപത്തിൽ അറിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്ക്രീനിൽ കാണിച്ച മാർക്കുകൾ പ്രകാരം നമ്മൾ 13ാമത്തെ എ അതുപോലെ 14 എ ഇത് രണ്ടും നമ്മൾക്ക് കാണിക്കാൻ സാധിച്ചിട്ടില്ല, ഡിസ്ക്രിപ്റ്റീവ് ആൻസർ ആയതുകൊണ്ട്. ഒബ്ജക്റ്റീവ് ആൻസർ ആയിട്ട് അവിടെ നിങ്ങൾ എഴുതിയ ആൻസറിൽ ഇംഗ്ലീഷിൽ എത്ര മാർക്ക് ലഭിച്ചു എന്നും അതുപോലെ പൊതുവിജ്ഞാനത്തിൽ എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളതും വിദ്യാർത്ഥികൾ കൃത്യമായി കമന്റ് രൂപത്തിൽ അറിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലുള്ള മോഡൽ പരീക്ഷകൾ എഴുതി പരീക്ഷയ്ക്ക് പൂർണ്ണമായിട്ടും തയ്യാറാകേണ്ടതുണ്ട്. നമ്മുടെ വീഡിയോയുടെ ഭാഗമായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.